നമസ്കാരം. പ്രധാന വാർത്തകൾ. രണ്ട് ദിവസത്തെ സന്ദർശനം. ഉപരാഷ്ട്രപതി ഇന്ന് കേരളത്തിൽ. ഗതാഗത നിയന്ത്രണം. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി ഡോക്ടർ ജഗദീപ് ധൻഖർ ഇന്ന് കേരളത്തിലെത്തും. ശനിയാഴ്ച രാവിലെ 11 മണിയോടെ വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തുന്ന ഉപരാഷ്ട്രപതി സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക സ്വീകരണത്തിന് ശേഷം തിരുവനന്തപുരം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ 12ാമത് ബിരുദദാന ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഭാര്യ സുദേശ് ധൻഖറും അദ്ദേഹത്തിനൊപ്പമുണ്ടാകും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് ഇന്ന് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ആയുർവേദിക് ഹോസ്റ്റലിൽ തീപിടുത്തം. തിരുവനന്തപുരം വിഴിഞ്ഞം ചൊവ്വരയിൽ തീപിടുത്തമുണ്ടായി. അപകടം നടന്നത് മണൽത്തീരം ആയുർവേദിക് ഹോസ്പിറ്റലിലാണ്. അപകട കാരണം ഷോർട്ട് സർക്യൂട്ട് എന്നാണ് അഗ്നിരക്ഷാസേന അറിയിച്ചത്. വിഴിഞ്ഞം അഗ്നിരക്ഷാസേനയെത്തി തീയണച്ചു. ആളപായമില്ല. BSP സംസ്ഥാന അധ്യക്ഷന്റെ കൊലപാതകം. 8 പേർ അറസ്റ്റിൽ. ബഹുജൻ സമാജ്വാദി പാർട്ടി തമിഴ്നാട് ഘടകം സംസ്ഥാന അധ്യക്ഷൻ K. ആംസ്ട്രോങ്ങിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് 8 പ്രതികളെ ചെന്നൈ സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തു. മുൻ വൈരാഗ്യമാണ് കൊലയ്ക്ക് പിന്നിൽ. ഗുണ്ടാ നേതാവ് ആർക്കോട് സുരേഷിനെ കൊലപ്പെടുത്തിയതിലുള്ള പ്രതികാരമായാണ് കൊലപാതകം നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. പൊന്നേബാല, രാമു, തിരുവങ്ങാടം, തിരുമലൈ, സെൽവരാജ്, മണിവർണ്ണൻ, സന്തോഷ്, അരുൾ എന്നിവരാണ് അറസ്റ്റിലായത്. 8 പ്രതികളെയും ശനിയാഴ്ച മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്യും. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴ. 4 ജില്ലകളിൽ യെല്ലോ അലർട്ട്. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വടക്കൻ ജില്ലകളിലാണ് കൂടുതൽ മഴ സാധ്യത പ്രവചിക്കുന്നത്. 4 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് അറിയിപ്പ്. ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ നേരിയതോ മിതമായതോ ആയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. മറ്റ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ബസ് നിർത്തിയിട്ട് ഡ്രൈവർ ചായ കുടിക്കാൻ പോയി. ബസ് പിന്നിലേക്ക് നീങ്ങി. അപകടം. നിർത്തിയിട്ടിരുന്ന KSRTC ബസ് തനിയെ പിന്നിലേക്ക് നീങ്ങി. അപകടം. കോട്ടയം KSRTC ബസ് സ്റ്റാൻഡിലാണ് അപകടം നടന്നത്. സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരുന്ന ബസ് തനിയെ പിന്നിലേക്ക് നീങ്ങി എതിർവശത്തുള്ള പ്രസ് ക്ലബ്ബ് PWD കെട്ടിടത്തിന്റെ ഗേറ്റും മതിലും ഇടിച്ചു തകർത്തു. റോഡിൽ മറ്റു വാഹനങ്ങളോ യാത്രക്കാരോ ഇല്ലാത്തതിനാലാണ് ദുരന്തം ഒഴിവായത്. ഇന്ന് പുലർച്ചെ 3:30യോടെയാണ് സംഭവം. ബസ് നിർത്തിയിട്ട ശേഷം ഡ്രൈവർ കാപ്പി കുടിക്കാൻ പോയ സമയത്താണ് അപകടമുണ്ടായത്. ബ്രേക്ക് നഷ്ടപ്പെട്ട ബസ് തനിയെ പിന്നിലേക്ക് നീങ്ങി റോഡിന് എതിർവശത്തുള്ള മതിലും ഗേറ്റിലും ഇടിക്കുകയായിരുന്നുവെന്നാണ് അധികൃതർ പറയുന്നത്.